കോട്ടാങ്ങൽ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് മെമ്പർമാർ മല്ലപ്പള്ളി വാട്ടർ അതോറിറ്റി എയെ ഉപരോധിച്ചു. വേനൽക്കാലമായതോടെ മലയോര മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. കോട്ടാങ്ങൽ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി എയെ ഉപരോധിച്ചത്. പഞ്ചായത്തിൽ ഒരു മാസം മുമ്പ് യോഗം കൂടി തീരുമാനിച്ച മെയിന്റനൻസ് പണികൾ ഷെഡ്യൂൾ പ്രകാരം ജനലക്ഷ്യത ഉറപ്പുവരുത്താം എന്ന വാഗ്ദാനം പാലിക്കാത്തതുമാണ് ഉപരോധത്തിന് കാരണം. ഫോൺ എടുക്കാതിരിക്കുക, ദിവസങ്ങളും ആഴ്ചകളും വെള്ളം അടിക്കാതിരിക്കുക, വെള്ളം കൊടുക്കാതെ നാട്ടുകാരെ ദുരിതത്തിലാഴ്ത്തുക, വാട്ടർ അതോറിറ്റിക്കാരുടെ കുറ്റം മറച്ചുവെക്കാൻ ജനപ്രതിനിധികളെ പൊതുജനത്തിന്റെ മുമ്പിൽ ആക്ഷേപിക്കാൻ വഴി തുറന്നു കൊടുക്കുക തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം നടന്നത്. ഞങ്ങൾ ഉത്തരവാദിത്തമായി ഒരു കാര്യം നിങ്ങളെല്ലാം ഇവിടെ തുടങ്ങിപ്പോ ഞങ്ങൾ ഇവിടെ ശമ്പളം മേടിച്ചോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ജോണിയോ മുരുകനോ അല്ല ഞങ്ങളുടെ പ്രശ്നം. ജോണിയും മുരുകനെ മാറ്റാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ജോണി എന്റെ വാർഡിലെ ആളാണ്, ഞാൻ പറഞ്ഞിട്ടില്ല ജോണിയെ മാറ്റാൻ. എനിക്ക് ജോണി പ്രശ്നമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുരുകനെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഉദ്യോഗസ്ഥർ പറഞ്ഞു മെമ്പർമാരെല്ലാവരും പാസ്സാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ എന്താ ചെയ്യാം, സ്റ്റാഫില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടോട്ട് വിളിക്കുന്ന ആൾക്കാരോട് പറയാം, മെമ്പർമാരോട് പറയാം. ആ പറയുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഈ കാണിക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരാളുടെ കാര്യത്തിന് വേണ്ടി അല്ല വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ വിളിക്കുന്ന എന്റെ വാർഡിൽ ഒരു 5 പേരുണ്ടെങ്കിൽ 5 അല്ല 10 പേരുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല? ഞാൻ വിളിച്ചിട്ട് ലിവിൻ സാറും മേഡവും ഫോൺ എടുക്കുന്നില്ല. തിരിച്ചു വിളിക്കാനുള്ള മര്യാദയില്ലേ? എന്റെ നമ്പർ മാഡത്തിന്റെ ഇല്ലേ? ലിവിൻ സാറിന്റെ ഇല്ലേ? എന്നാണ് ഇതിനകത്ത് ഹിസ്റ്ററി നോക്കി ഉണ്ടാക്കി കാണിക്കാം എന്നാണെന്നുള്ളത് കാണിക്കാം. ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി. ഞങ്ങൾ ആരോടാ പറയണ്ടേ ഒരു പ്രശ്നം ഉണ്ടായാലും? പഞ്ചായത്തിന് പല ഭാഗങ്ങളിലും വെള്ളം എത്തിയിട്ട് 20-ലധികം ദിവസങ്ങളായി. എന്നിട്ടും അധികാരികൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. എന്നാൽ ഉപരോധ സമരം മുൻപായി ക്യാൻസർ രോഗിയായ ഒരു വീട്ടമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരികുമാറിനെ ഫോണിൽ വിളിക്കുന്ന ശബ്ദ സന്ദേശം എത്തിയത് കൂടി നിന്നവരിൽ ചിരി വിടർത്തി. ചേച്ചി ഇതന്നെ ഞങ്ങൾ ഇതിന്റെ വാട്ടർ അതോറിറ്റിയിൽ ഇരിക്കുക, വാട്ടർ അതോറിറ്റിയുടെ മല്ലപ്പള്ളി ഓഫീസിൽ ഇരിക്കുക, എയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡയറക്റ്റ് എന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വിളിപ്പിച്ചൊന്നുമല്ലോ, എനിക്ക് ആ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്. ഞങ്ങൾ ഈ മലമണ്ഡ താമസിക്കുന്ന ഞങ്ങൾ എന്നാ ചെയ്യണം? എന്റെ വാർഡ് എന്റെ ഞാൻ പറയുന്നതല്ലോ. ചേച്ചി ആ ചേച്ചി ക്യാൻസർ രോഗിയാണ്, മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നോട് പറയുന്നത്. അവിടെ കല്യാണമായിരുന്നു, ആ പയ്യന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അന്ന് വെള്ളം കിട്ടിയില്ല. ഞാൻ പിന്നെ പറഞ്ഞു അവരോട് പറഞ്ഞു പാവപ്പെട്ടവരോ കൂലിപ്പണിക്ക് പോകുന്നത്. ആ ചേച്ചി ക്യാൻസർ രോഗി. നിങ്ങൾ ബില്ല് ഞങ്ങൾ അടയ്ക്കാത്തവരാണ് അത് പറയാ. എനിക്ക് വെള്ളം വേണ്ടിയോണ്ട് ഞാൻ ഈ BPL ലിസ്റ്റിൽ പോലും ആക്കാത്തത്. എനിക്ക് ഒരു തൊഴിൽ പോലും വെള്ളം കോരാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ദുരിതമായി പോയി കേട്ടോ. ഉപരോധ സമരത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരികുമാർ കോട്ടാങ്ങൽ, BJP ജനപ്രതിനിധികളായ CR വിജയമ്മ, മായാദേവി, മഞ്ജുഷ M, സുമ MK എന്നിവർ നേതൃത്വം നൽകി. ഇവർക്ക് പിന്തുണയുമായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശ് കുമാർ വടക്കേമുറി, തങ്കമ്മ എന്നിവർ എത്തി. കഴിഞ്ഞ മാസം 27-ാം തീയതി ഒരു പഞ്ചായത്തിലെ രണ്ട് മീറ്റിങ്ങുകൾ കൂടി. ഈ മീറ്റിങ്ങുകൾ കൂടി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പല വാഗ്ദാനങ്ങളും ചെയ്തു തന്നു. വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടത്തില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിച്ച് 15 ദിവസത്തിനുള്ളിൽ അവർ പ്രശ്നങ്ങൾ പരിഹരിച്ച് കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ജല വിതരണം സുഗമമാക്കാമെന്നാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വാക്ക് തന്നത്. പക്ഷേ ഇവരുടെ യാതൊരു വിധ വാഗ്ദാനങ്ങളും പാലിക്കാതെ വന്ന് ഇപ്പം ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ പല വാർഡുകളിലും കടുത്ത പ്രതിസന്ധിയിലാണ്. ശുദ്ധജലം കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ്. വെറുതെ വാട്ടർ അതോറിറ്റിക്ക് വാടക കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇത് കാരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം അടിച്ചു കൊടുക്കാനും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഈ കണക്ഷൻ കിടക്കുന്ന കാരണം. ഇപ്പം വാട്ടർ അതോറിറ്റി വെള്ളം കിട്ടാൻ വേണ്ടി എടുത്ത കണക്ഷനുകളിൽ എയർ മാത്രമുള്ള ഒരവസ്ഥയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറില്ല. വാൽവ് ഓപ്പറേറ്റർമാരെ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.